ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പല പ്രശ്നങ്ങളും പലർക്കും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ചിലർക്കത് പറ്റാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ പറ്റാത്ത ഒരാൾക്കാരെ നമ്മൾ അതിനെ മുഴുവൻ മരുന്നിൽ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ആയുർവേദം എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് നോക്കിയിട്ടാണ്. അപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഇരിക്കുന്നതാണ് അയാളുടെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടുള്ള എന്തെങ്കിലും ഒന്നിലേക്ക് ഇടയ്ക്കെങ്കിലും വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർക്ക് പ്രഷറാണ് ഒരുപാട്. കാരണം വർക്ക് പ്രഷർ ചിരിച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു കഴിവാണ് അതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഉപദ്രവമാണ് എന്ന് തോന്നുന്നൊരു സാധനത്തിനെ നമ്മൾ എടുത്താൽ അത് നമുക്ക് കേട് തന്നെ ഉണ്ടാവുള്ളൂ, നമുക്ക് പ്രയാസം തന്നെ ഉണ്ടാവും. അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ. അത് കോമ്പറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങുകളെ വെച്ചോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എന്തെങ്കിലും കാരണങ്ങളെ വെച്ചോ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഔഷധത്തിനേക്കാൾ ഒരു പക്ഷേ വേറെ ഒരു ഇതിലേക്ക് മാറുന്നതായിരിക്കും നന്നാവുക. ഒരു പരിധിവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ ഒരപ്പുറത്തേക്ക് അത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉറക്കമൊഴിച്ച് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പം ആയുർവേദത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ശരീരത്തെ നശിപ്പിക്കുന്നതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാരണം രാത്രിയിൽ ഉറക്കഴപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രയും ശരീരത്തിന് കേടായിട്ടുള്ള ഒന്നാണ്. ഒരു പ്രായം വരെ ഒരു പക്ഷേ കേടുവരുത്തുന്നുണ്ടാവില്ല, അത് കഴിഞ്ഞാൽ ഇത് കേടുവരുത്തുന്നുണ്ടാവും. എക്സെപ്ഷണലായിട്ട് ചിലവുണ്ടായിരിക്കാം, ഇതൊന്നും ബാധിക്കപ്പെടാത്ത ചിലരുണ്ടായിരിക്കാം. പക്ഷേ ജനറലായിട്ട് ആയുർവേദം സംസാരിക്കുമ്പോൾ ഇതൊന്നും ഹെൽത്തിയാണ് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെയാണ് വേണ്ടത്. ആ ഒരു സംഗതി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാറുക. തൽക്കാലത്തേക്ക് കുറേ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഏത് സിസ്റ്റം ആയാലും ആ ഒരു സിസ്റ്റം വഴി പറ്റുന്നുണ്ടാവാം. പക്ഷേ ഒരു പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ അതാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം തന്നെയാണ്.